ഹായ് ഹലോ എല്ലാ കൂട്ടുകാർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം നമ്മളിതാ കുറേ ദിവസമായല്ലേ കണ്ടിട്ട്. അപ്പം ഞാനൊരു പുതിയ വീഡിയോ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. വളരെ സ്പെഷ്യലാണ്, കാരണം വിഷു ദിവസത്തെ വിശേഷങ്ങളും കാര്യങ്ങളെല്ലാം ആയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ ഞാൻ വന്നിട്ടുള്ളത്. നമ്മളിവിടെ വിഷുവിന് മാവിലായിക്കാവിൽ അടി ഉത്സവമാണ് കേട്ടോ. ആ ഉത്സവം എന്ന് പറയുന്നത് 5 ദിവസമാണ്. നിങ്ങൾക്കുള്ള ഒരു ദിവസമാണെങ്കിൽ നമുക്ക് 5 ദിവസമാണ് കേട്ടോ വിഷുവിൻ്റെ ആഘോഷങ്ങൾ. അപ്പോൾ നല്ല അടിപൊളിയാണ് ആ ദിവസങ്ങളിലെല്ലാം. അപ്പോൾ ഞാനിതാ രാവിലെ എണീച്ചിട്ട് നമ്മുടെ വിഷു ദിവസത്തിൽ നല്ല അടിപൊളിയായിട്ട് എന്നെക്കൊണ്ട് കഴിയുന്നത് പോലെ ഞാനെല്ലാം ഒരുക്കി നല്ല അടിപൊളിയായിട്ടുണ്ട് കേട്ടോ. എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമായി ഇപ്രാവശ്യത്തെ വിഷുക്കണി. അപ്പോൾ നമ്മളെ കണ്ണനെല്ലാം വളരെ സുന്ദരനായിട്ട് എല്ലാ കാര്യങ്ങളും അടങ്ങിയിട്ട് ഞാനിതാ ഒരു നല്ല അടിപൊളി ഒരു വിഷുക്കണി ഒരുക്കിയിട്ടുണ്ട്. കണിയെല്ലാം വെച്ചിട്ട് നമ്മളിതാ മുറ്റത്ത് വന്നിട്ട് പൊട്ടാസെല്ലാം കുറച്ച് പൊട്ടിക്കുന്നുണ്ട്. ഒരുപാട് വാങ്ങിയിട്ടുണ്ടായിരുന്നു, പക്ഷേങ്കിൽ 5 ദിവസവും കത്തിക്കേണ്ടതുകൊണ്ട് നമ്മൾ നോക്കി കുറച്ചാണ് കേട്ടോ കത്തിച്ചിട്ടുണ്ടായിന്. അപ്പം വിഷുവെല്ലാം ആഘോഷിച്ച് ഒരു ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ പെങ്ങളെ വളരെല്ലാം ഇങ്ങോട്ട് വരും. അപ്പം അതുകൊണ്ടാണ് നമ്മൾ കുറച്ച് മാത്രം കത്തിക്കുന്നത്. പിന്നെ നമ്മളിതാ ഞാനും ഏട്ടനും കൂടിയിട്ട് വേഗം നമ്മൾ വീട്ടിൻ്റെ അടുത്ത് തന്നെ ഒരു അമ്പലമാണ്, ഇത് വിഷ്ണുവിൻ്റെ ക്ഷേത്രമാണ്. അപ്പോൾ അവിടത്തേക്കുള്ള പോക്കാണ് കേട്ടോ. അപ്പം ഇപ്രാവശ്യത്തെ വിഷു എന്ന് പറയുന്നത് നമുക്ക് പെങ്ങളെ വീട്ടിലാണ്, കാരണം ആദ്യത്തെ വിഷുവാണല്ലോ അവരത് വീട്ടിൽ കൂടുതൽ കഴിഞ്ഞിട്ടുള്ള ആദ്യത്തെ വിഷുവാണ്. അതുകൊണ്ട് നമ്മളെല്ലാവരും അവിടത്തേക്ക് ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് വീട്ടിൽ വേറെ ഫുഡോ കാര്യങ്ങളൊന്നും ആക്കണ്ട, അതുകൊണ്ട് ഞാൻ ഹാപ്പിയാണ്. അപ്പോൾ ഞാനും ഏട്ടനും കൂടിയിട്ട് നമ്മളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയുള്ള ഒരു ശ്രീകൃഷ്ണ ക്ഷേത്രമാണ്, അവിടത്തേക്ക് വന്നിട്ടുള്ളത്. നല്ല അടിപൊളി ഒരു കാലാവസ്ഥയാണ് കേട്ടോ അന്നേരം ഉള്ളത്. നല്ല മഞ്ഞെല്ലാം മൂടി കെട്ടിയിട്ട് നോക്കിയാട്ട് എന്തൊരു ഭംഗിയാണല്ലേ. നമ്മളെ നാടിന് ഇത്രയും ഭംഗിയുണ്ടെന്ന് ഞാനിത് ഈ ഒരു കാഴ്ചയിലൂടെയാണ് കേട്ടോ മനസ്സിലാക്കിയത്. കാരണം നമ്മൾ ഈ രാവിലെ ഒന്നും ഇങ്ങോട്ട് വരുന്നില്ലല്ലോ. നല്ല അടിപൊളി ഒരു വ്യൂ ആണ്. മക്കളെല്ലാം പിന്നെ നീന്തൽ പഠിച്ചത് ഈ ഒരു കുളത്തിൽ നിന്നാണ് കേട്ടോ. അച്ഛനും മക്കളെല്ലാം വന്നിട്ട് ഇടുന്നതാണ്. പിന്നെ അച്ഛൻ മക്കളെ പഠിപ്പിച്ചിട്ടുണ്ടായിനെ. അമ്പലത്തിൽ നിന്ന് തൊഴുതിട്ട് നമുക്ക് 1 ഉറുപ്പ്യ കൈനീട്ടം തന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതും എടുത്തിട്ട് നമ്മുടെ വീട്ടിലേക്ക് വരില്ലാന്നേ. ആടുന്ന് നമ്മൾ നേരെ വന്നത് നമ്മളെ പെരളശ്ശേരി അമ്പലത്തിലേക്കാണ് കേട്ടോ. അപ്പോൾ വിഷു ദിവസം ഓണ ദിവസം എല്ലാം നമുക്ക് ഈ ഒരു അമ്പലങ്ങളിലെല്ലാം വരുമ്പം അതൊരു പ്രത്യേക വൈബാണല്ലേ. ഏത് ദിവസം വന്നതിനെക്കാട്ടിയും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് കേട്ടോ ഈ ഒരു വിഷു ഓണം അങ്ങനെയുള്ള ദിവസങ്ങളിലും രാവിലെ തന്നെ അമ്പല ദർശനം നടത്തുന്നത് ഒരു ഭയങ്കര സുഖമുള്ളൊരു കാര്യമാണ്. അപ്പോൾ ഇതാ ഭയങ്കര തിരക്കാണ്. അപ്പോൾ നമ്മൾ ജസ്റ്റ് ഒന്ന് ആ ഒരു കുളത്തിലുള്ള ആൾക്കാരെ ഇതെല്ലാം ഇങ്ങനെ നോക്കിയിട്ട് നിന്നതാണ് കേട്ടോ. അപ്പോൾ ഇത് അത്രയും ആൾക്കാരാണ് കേട്ടോ പെരളശ്ശേരി അമ്പലത്തിലുണ്ടായിന്. അപ്പോൾ ക്യൂ നിന്നിട്ട് തന്നെ വേണം തൊഴാൻ വേണ്ടിയിട്ട്. അപ്പോൾ നമ്മൾ പുറത്ത് വന്നപ്പോഴാണ് കണ്ടത് ഇതാ കുട്ടി കൃഷ്ണന്മാരെല്ലാം ഇങ്ങനെ വേഷം കെട്ടിയിട്ട് നമ്മുടെ അരയാൾ തറയിൻ്റെ ഇടയ്ക്ക് ഇരുന്നിട്ട്. അമ്പലത്തിൽ നിന്ന് പിന്നെ ഞാൻ നേരെ വന്നത് പെങ്ങളെ വീട്ടിലേക്കാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ആരും ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ കണ്ണൂരുകാരെ ഇങ്ങനെയാണ്. നമ്മളിതാ ബിരിയാണിയാണ് കേട്ടോ നമ്മളെ വിഷുവിന് വെക്കുന്നത്. സദ്യ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ, സദ്യ വെക്കൽ കുറവാണെന്നുള്ളത്. അപ്പോൾ ബിരിയാണി വെക്കാൻ വേണ്ടിയിട്ട് മുറ്റത്താണ് കേട്ടോ നമ്മൾ അടുപ്പെല്ലാം കൂട്ടിയിട്ടുണ്ടായിരുന്നു. അപ്പം പൊരിക്കാൻ വേണ്ടിയിട്ട് എനിക്ക് ആദ്യം തന്നെ കിട്ടിയ പണിയാണ്. വന്നപ്പാടും വേഗം തന്നെ ഇതാ പൊരിക്കാൻ വേണ്ടിയിട്ട് എണ്ണയെല്ലാം ചൂടാക്കിയിട്ടുണ്ട്. അപ്പോൾ ചിക്കൻ ഇത് അടുപ്പത്ത് ഇടുന്നുണ്ട്. ഇങ്ങോട്ടെല്ലാം ഒരു വകയാളെല്ലാം സദ്യ തന്നെ ആക്കൽ, എന്നാലും പിന്നെ അവരെ ആ ഒരു ഇലേൻ്റെ സൈഡിൽ ഒരു കോഴിക്കാലോ അല്ലെങ്കിൽ ഒരു മീൻ ഫ്രൈയോ ഇല്ലാണ്ടിരിക്കൂല കേട്ടോ. അങ്ങനെയാണ് നമ്മളിവിടെ. അപ്പോൾ ഇതാ നമ്മൾ ഭക്ഷണം ആക്കുന്ന സമയത്ത് അവിടെ ചെറിയൊരു എന്തോ ഒരു പാമ്പ് പോലെ കണ്ടിട്ട് അതൊന്ന് നോക്കിയതാണ് കേട്ടോ എന്താണെന്നുള്ളത്. പാമ്പല്ല, അത് എന്തോ മണ്ണിര പോലത്തെ അങ്ങനെ എന്തോ ഒരു സംഭവമാണ് കേട്ടോ. അപ്പോൾ അത് ഞാനൊന്ന് ജസ്റ്റ് എന്താണെന്നുള്ളത് നോക്കിയതാണ്. അങ്ങനെ ഇതാ നമ്മളെ ഫുഡും കാര്യങ്ങളെല്ലാം റെഡി ആയിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മൾ സാധാരണ ചോറും മീൻകറിയും അങ്ങനെയുള്ള സംഭവങ്ങളും എല്ലാം റെഡി ആക്കിയിട്ടുണ്ടായിരുന്നു. അതിലിടക്ക് നമ്മൾ ബിരിയാണി ഉണ്ട്. അപ്പോൾ കുറേ റിലേറ്റീവ്സ് അറിയാനെല്ലാം ക്ഷണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവരെല്ലാം വരും, അതുകൊണ്ടാണ് നമ്മൾ കുറച്ചധികം തന്നെ ആക്കുന്നത്.
ഫുഡെല്ലാം റെഡി ആയിട്ട് ഇതാ മക്കളെല്ലാവരും കൂടിയിട്ട് ഒരുമിച്ചിരുന്നിട്ട് ഭക്ഷണം കഴിക്കുന്നുണ്ട്. ദൈവത്താര മുടി വെക്കുന്നതിലിടക്ക് പനയെന്നളത്ത് എന്നിട്ടൊരു എഴുന്നള്ളത്ത് ഈ ഭാഗത്തോട്ട് പോകും. റൂട്ടുമലൂട്ടിയാന്നിട്ടാ പോവുക. അപ്പോൾ ആ ഒരു സമയത്ത് ഇങ്ങോട്ടുള്ള എല്ലാ വീടുകളിലും വിളക്ക് വെക്കുവേ. അപ്പോൾ അമ്മ ആ ഒരു ഉച്ച സമയം പിന്നെ അവർ പോകുന്ന സമയത്ത് വിളക്ക് വെക്കുന്നുണ്ട്. ദൈവത്താറ് മുടി വെക്കുക ഉച്ചയ്ക്ക് ശേഷമാണ്. ഒരു 4-4:30 ചിലപ്പോൾ 5 മണിയെല്ലാം ആവും കേട്ടോ. അപ്പോൾ അതുവരെ നമുക്ക് സമയമുണ്ട്. അപ്പോൾ ഞാനിതാ അമ്മ ചെറിയൊരു ടൂർ പോകുന്നുണ്ട് ഡൽഹിയിലേക്ക്. അപ്പോൾ അമ്മയും അമ്മേൻ്റെ സ്കൂളിലുള്ള സ്റ്റാഫും എല്ലാം കൂടിയിട്ട് പോകുന്നതാണ്. അപ്പോൾ ഞാൻ അതിനിടയിൽ വേഗം ദൈവത്താറ് മുടി വെക്കുന്നതിനിടയിൽ വേഗം ഓടി ഒന്ന് കണ്ണൂർ റെയിൽവേ സ്റ്റേഷനിൽ വന്നതാണ് കേട്ടോ. അമ്മയെ ഒന്ന് ട്രെയിൻ കയറ്റി വിടാൻ വേണ്ടിയിട്ട്. അങ്ങനെ അമ്മ ഇതാ ലഗേജും കാര്യങ്ങളെല്ലാം ആയിട്ട് പോകുന്നുണ്ട്. നല്ല ടെൻഷനുണ്ട്. കാരണം എവിടെ പോകുമ്പം ഞാനും അനിയത്തിയും ഏട്ടനും എല്ലാവരും ഒരുമിച്ച് ഉണ്ടാകലുണ്ട് അമ്മേനെ ഒന്ന് കെയർ ചെയ്യാൻ വേണ്ടിയിട്ട്. ഇപ്രാവശ്യം അമ്മ ഒറ്റയ്ക്ക് അമ്മേൻ്റെ ലഗേജെല്ലാം എടുത്തിട്ട് ടീച്ചേഴ്സും മാഷന്മാരും എല്ലാവരും ഉണ്ട് കേട്ടോ. എല്ലാവരും കൂടിയും അവരെല്ലാം നല്ലോണം കെയർ ചെയ്യും അറിയാം. എന്നാലും ഭയങ്കര ടെൻഷൻ. ഇതുപോലെ ലഗേജൊന്നും ഇതുവരെ എൻ്റെ അമ്മ എടുത്ത് പൊന്തിച്ചിട്ടുണ്ടാവില്ല. അപ്പോൾ ഭയങ്കര സങ്കടമായിരുന്നു. ഞാനും നീരും ഇങ്ങനെ പുറത്തുനിന്ന് പറയുന്നതാണ് നീ ശരി അമ്മ എടുത്തിട്ട് പോകുന്ന നോക്കിയാട്ടേന്ന്. എന്നാലും കുഴപ്പമില്ല, ഹാപ്പി ആയിട്ട് പോട്ടെ, അമ്മേൻ്റെ ഒരു ആഗ്രഹമല്ലേ. അങ്ങനെ അമ്മേനോട് ടാറ്റ ബൈ ബൈ എല്ലാം പറഞ്ഞിട്ട് ഞാൻ വേഗം നമ്മുടെ ദൈവത്താറ മുടി കാണാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. അമ്മേനെ കൊണ്ടാക്കിയിട്ട് വരുമ്പോഴത്തേക്ക് നല്ല മഴ പെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ നമ്മളെ വണ്ടിയെല്ലാം നല്ലോണം ബ്ലോക്കായി. പിന്നെ എനിക്ക് മുടി കാണാൻ പറ്റിയിട്ടുണ്ടായിട്ടില്ല ദൈവത്താറെ. പിന്നെ നമ്മളിതാ വേഗം വന്നിട്ടുണ്ടായിന്. കാണാൻ പറ്റിയിട്ടില്ലെങ്കിലും രാത്രി ദൈവത്താറ് മുടി കഴിക്കുന്നതിലിടക്ക് നമുക്ക് എന്തായാലും കാണാൻ പറ്റുമെന്ന് അറിയാം. അതുകൊണ്ട് പിന്നെ ദൈവത്താറ് കുറേ ഇടങ്ങളിൽ പോകും കേട്ടോ. ഇടം എന്ന് പറയുന്നത് ദൈവത്താറ സ്ഥാനമുള്ള കുറച്ച് സ്ഥലങ്ങളാണ്. അപ്പോൾ അവിടെ പോകും. അവിടെ പോയി കഴിഞ്ഞാൽ ആടെയും ഒരുപാട് ഭക്തജനങ്ങളുണ്ടാവും. ഇപ്പുറത്തെ ഇടത്തിലും ഉണ്ടാവും. അങ്ങനെയാണ് കേട്ടോ. അപ്പോൾ അവിടെ പൊട്ടാസ് ഉണ്ടാവും, വെടിമരുന്ന് പ്രയോഗം. അപ്പോൾ അത് കാണാൻ വേണ്ടിയിട്ട് നമ്മൾ വന്നതാണ്. ദൈവത്താറ് പോയി കഴിഞ്ഞാലേ പൊട്ടാസ് പൊട്ടൂല. അപ്പോൾ അതുവരെ നമ്മൾ ധാട നിലത്ത് കടലാസെല്ലാം വിരിച്ചിട്ട് ഇരുന്നിട്ടുണ്ടായിനെ. പിന്നെ പൊട്ടാസ് പണ്ടൊന്നും പൊട്ടിക്കുന്ന സ്ഥലത്തൊന്നും ഞാൻ പോക്കില്ല, ഭയങ്കര പേടിയാണ്. പക്ഷേങ്കിൽ ഇപ്പോൾ കല്യാണമെല്ലാം കഴിഞ്ഞ് ഏട്ടൻ്റെ പേരും വന്നതിന് ശേഷം നല്ല ധൈര്യമാണ്. ഇപ്പോൾ എല്ലാം എടുത്ത് വെത്തലുണ്ട്. നല്ല അടിപൊളി 1-ാം തരം വെടിക്കെട്ടേനെ. പക്ഷേങ്കിൽ എനിക്ക് വെടിക്കെട്ടിൻ്റെ വീഡിയോസ് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ല. അതുകൊണ്ട് ഞാനിതാ സൗണ്ടെല്ലാം കുറച്ച് വെച്ചിട്ട് ഫുള്ളൊന്നും ഞാൻ അപ്ലോഡ് ചെയ്യുന്നില്ലേ. ഇതാണ് കേട്ടോ ഇടമെന്ന് പറയുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിട്ടില്ലേ. അപ്പോൾ അമ്പലം പോലെയൊന്നുമില്ല, ജസ്റ്റ് ഒരു കല്ലെല്ലാം കെട്ടിയിട്ട് ഒരു പ്രതിഷ്ഠയോ കാര്യങ്ങളോ അവിടെ ഒന്നുമില്ല. ഈ ഒരു വിഷു സമയത്ത് മാത്രമാണ് ഇവിടെ ഇങ്ങനെ ഒരു ആൾക്കാരെല്ലാം വരുന്നത്, അല്ലാണ്ടൊന്നും വരൂലേ. അപ്പോൾ ദൈവത്താറ മുന്നിൽ വരുന്ന കുറച്ച് ആൾക്കാരാണ് കേട്ടോ ഇത്. ഈ ഒരു കുട പോലെയുള്ളതും പിന്നെ ആ ബാക്കിൽ വരുന്നവരെല്ലാം ദൈവത്താറ മുന്നിൽ വരുന്ന ടീമാണ്. അപ്പോൾ ദൈവത്താറ വരുന്നുണ്ട്. അപ്പോൾ നമ്മൾ ആ ഒരു ഭാഗത്ത് നിങ്ങളെ വീട്ടിൻ്റെ അടുത്ത് തന്നെയാണ് ഈ ഒരു ഇടം വരുന്നത്. അപ്പോൾ വിഷു ദിവസം രാത്രി എല്ലാവരും ഉറക്കമൊഴിഞ്ഞിട്ട് ഒരു 1 മണി 1:30 ആകുമ്പോഴത്തേക്കെങ്കിലും ദൈവത്താറ് വന്ന് പോക്കുണ്ട്. ചില സമയം നേരത്തെ വരലുണ്ട്. അപ്പോൾ ഇത് കൈക്കോ മാറാൻ കേട്ടോ. ഇവരാണ് ദൈവത്താറ് ഒപ്പരുണ്ടാവൽ. ഇവർ വ്രതമെല്ലാം എടുത്തിട്ട് നിൽക്കുന്നതാണ് കേട്ടോ. അപ്പം ഒരുപാട് ചടങ്ങുകളുണ്ട് ഇതിൻ്റെ കൂടെ. അപ്പോൾ ഈ ഒരു കൈക്കോമാറ കയ്യിലെ വില്ല് പിന്നെ ആടും കേട്ടോ. ഇങ്ങനെ ദൈവത്താറ് വില്ലാട്ടെന്നാണ് പറയുക. നേർച്ച നമ്മളിപ്പോൾ എന്തെങ്കിലും മനസ്സിൽ വിചാരിച്ചിട്ട് ഇത്ര വില്ലാടണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പൈസ അതിനെത്രയോ വില്ലിനെത്രയോ കണക്കുണ്ട്. അപ്പോൾ അതങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ വില്ലാടും. നമ്മളെന്തെങ്കിലും നേർച്ച മനസ്സിൽ വിചാരിച്ചിട്ട് അതിങ്ങനെ വില്ലാട്ടം, അത് വില്ലാട്ടം എന്ന് പറയുന്നത് ആണുങ്ങൾക്ക് മാത്രമേ ചെയ്യാൻ പറ്റൂലേ. അപ്പോൾ അതെല്ലാം കൈക്കോമാറ കയ്യിലാണ് ഉണ്ടാവുക, വാള് സംഭവങ്ങൾ. അപ്പോൾ ദൈവത്താറ് ഇതാ വന്നുകൊണ്ടേയിരിക്കുന്നുണ്ട്. നമ്മൾ ഈ ഒരു നാടിനെ കാക്കുന്ന ഒരു ഈശ്വരനാണ് കേട്ടോ. പിന്നെ നമ്മൾ എന്തെങ്കിലും മനസ്സിൽ ഇങ്ങനെ സുഖമില്ലാണ്ടെല്ലാം നമ്മൾ നേർച്ച കൊടുക്കുമല്ലോ ആൾ രൂപങ്ങൾ. അപ്പോൾ അതെല്ലാം ഇങ്ങനെ നമുക്ക് ഈ ഒരു സമയത്ത് ചെയ്യാൻ പറ്റും കേട്ടോ. അപ്പോൾ ഞാൻ ഒരു കാലും ഒരു ആൾ രൂപവും ചെയ്തിട്ടുണ്ടായിനെ. അമ്മക്ക് കാല് വേദനയാണ് എൻ്റെ അമ്മക്ക്. അപ്പോൾ അമ്മക്ക് വേണ്ടിയിട്ട് പിന്നെ കാല് അങ്ങനെ ഒപ്പിച്ചിട്ടുണ്ടായിന് കേട്ടോ. ഒരാൾ രൂപവും ഒപ്പിച്ചിട്ടുണ്ടായിന്. പിന്നെ എന്താ അങ്ങനെ ഓരോ ചടങ്ങുകളായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നു. ഈ ഒരു ഉത്സവ സമയത്ത് കല്യാണം കഴിഞ്ഞ് പോയവരെല്ലാം തിരിച്ച് അവരെ വീട്ടിലേക്ക് വരുവേ. ഈ ഒരു ഉത്സവ സമയത്ത് നമ്മൾ പിന്നെ നമ്മളെ വീട്ടിലാണ് നിൽക്കുക. അതുപോലെ തന്നെ ഈ
ഗൾഫിലുള്ളവർക്ക് എല്ലാവർക്കൊന്നും വരാൻ പറ്റില്ല, പക്ഷെ പറ്റുന്നവരൊക്കെ വരലുണ്ട്. അതുപോലെ തന്നെ ഏട്ടനെല്ലാം ആ ഒരു 5 ദിവസം ലീവ് എടുത്തിട്ട് ഇടുണ്ടാവലുണ്ട് കേട്ടോ. ദൈവത്താറ് ഇന്നൊരു ഇടത്തു നിന്നാണ് മുടി വെച്ചതെങ്കിൽ നാളെ വേറെ ഒരു ഇടത്തു നിന്നാണ് കേട്ടോ മുടി വെക്കുക. അങ്ങനെയാണ് എല്ലാ ദിവസവും ഒരേ ഇടത്തു നിന്നല്ല, മാറി മാറിയിട്ടാണ് മുടി വെക്കുക. അതിനുള്ളൊരു കണക്കുണ്ട്. അപ്പോൾ ഈ മുടി വെച്ച് കഴിഞ്ഞാൽ ഓരോ ഭാഗത്തുനിന്നും ഓരോ ഏരിയയിൽ നിന്നും ഓരോ ചടങ്ങുകളുണ്ട് കേട്ടോ. ഇതിപ്പം നമ്മൾ ആ ഒരു റോഡാണ്, ആ റോഡ് വന്ന് തിക്കൽ എന്ന് പറഞ്ഞിട്ടൊരു ചടങ്ങുണ്ട്. ഈ കൈക്കോമാറെല്ലാം ഇങ്ങനെ തിക്കി തിക്കി പോകുന്ന ഒരു ചടങ്ങുണ്ട്. അപ്പോൾ അതാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 4ാമത്തെ ദിവസത്തെ വീഡിയോ ആണ് കേട്ടോ. അപ്പം ഇത് നമ്മളെ മാവിലായി അടിക്കണ്ടാന്ന്. ഇവിടെ നിന്നാണ് അടി നടക്കുക. കച്ചേരിക്കാവിലും അടിയുണ്ടാവും. വേറൊരു ക്ഷേത്രമുണ്ട്, ദൈവത്താറൊരു ഇടവുള്ള, അവിടുന്ന് അടിയുണ്ടാവും. പക്ഷേങ്കിൽ ഇതാ ഇത്രയും ജനങ്ങൾ, ഇത്രയും ആൾക്കാർ ഈ ഒരു സന്ധ്യാസമയത്ത് കാണാൻ ഇവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ അതൊരു ഒന്നൊന്നര വൈബല്ലേ നമ്മൾ ഈ ഒരു മാവിലായിക്കാർക്ക്. അങ്ങനെ ഇതാ നമ്മൾ അടി കാണാൻ വേണ്ടിയിട്ട് അടിക്കാൻ പറ്റൂല കേട്ടോ. ഇതിന് നിയമിച്ച കുറച്ച് കുടുംബക്കാരുണ്ട്, അവർക്ക് മാത്രമേ ഇതിന് അവകാശമുള്ളൂ. അപ്പോൾ അവരാണ് ഈ ഒരു 2 ഭാഗമായിട്ട് നിന്നിട്ടുള്ളത്. 2 തറവാട്ടുകാരാണ് കേട്ടോ ഇവർ. അപ്പോൾ ഇതിൻ്റെ പിന്നിലും ഒരു കഥയുണ്ട്. അപ്പോൾ അത് ആ ഒരു കഥേൻ്റെ ബേസിലാണ് ഇവരിത് ചെയ്യുന്നത്. ഇത് വേറൊരു ദിവസത്തെ തിക്കലാണ്. ഇതാ ഇങ്ങനെയാണ് തിക്കലുണ്ടാവുക. നമ്മളെ ഉത്സവത്തിൻ്റെ അവസാന ദിവസമാണ് കേട്ടോ ഇന്നത്തെ ആ ഒരു ചടങ്ങ് എന്ന് പറയുന്നത്. ദൈവത്താറ് മുടി അഴിച്ചു. ഇനിയിപ്പം പിന്നെ ഈ ഒരു ചെറിയ ചടങ്ങും കൂടി കഴിഞ്ഞാൽ കഴിഞ്ഞാട്ടോ ഈ ഒരു വർഷത്തെ കാത്തിരിപ്പ് കഴിഞ്ഞ്. അപ്പം മഞ്ഞക്കുറിയേറ് എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ചടങ്ങാണ് നടക്കാൻ പോകുന്നത്. ദൈവത്താറ് കയ്യിൽ കുറച്ച് പൈസയും കുറച്ച് മഞ്ഞക്കുറിയും ഉണ്ടാവേ. അപ്പോൾ അതിങ്ങനെ ഈ കൈക്കോമാർ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിട്ടില്ലേ, കൈക്കോമാർ ഷർട്ടൊന്നും ഇടാത്തവർ, അവരെ മേക്ക് ഇത് എറിയും. അപ്പോൾ അത് ആ ഏറി കൊള്ളുന്നതിന് അവരിങ്ങനെ ഓടി പോകും ദൈവത്താറ് മുന്നിൽ നിന്ന്. പിള്ളേരെ നമ്മൾ കുഞ്ഞു പിള്ളേരെ ഇങ്ങനെ ഓടി പോകില്ല, അതുപോലെ അവർ ഇങ്ങനെ ഓടി പോകും. അപ്പോൾ ദൈവത്താറ് തലയാട്ടിയിട്ട് വിളിക്കുന്നത് വാ ഞാനൊന്നും ചെയ്യൂല, വാ ഞാനൊന്നും ചെയ്യൂല എന്നാണ് അതിൻ്റെ അർത്ഥം എന്നാണ് പറയുന്നത് കേട്ടോ. ഈ മഞ്ഞക്കുറി കൊണ്ടു കഴിഞ്ഞാൽ അവർക്ക് പനിക്കുന്നാണ് പറയലേ. അപ്പോൾ അതുകൊണ്ടാണോ ഇവർ ഓടുന്നതെന്ന് അറിയില്ല. ഇതിൻ്റെ പിന്നിലുള്ള ആ ഒരു കഥ എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല. അത് മേക്ക് കൊള്ളാണ്ടിരിക്കാൻ വേണ്ടിയിട്ട് അവർ മാക്സിമം ശ്രമിക്കലുണ്ട്.
ഇനി അടുത്ത വർഷത്തെ കാത്തിരിപ്പ്, അതാണ് നമ്മളെ ഓരോ മാവിലൈക്കാരും. അപ്പോൾ അങ്ങനെ ഈ പ്രാവശ്യത്തെ ഉത്സവം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യണേ. സബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ് ചെയ്തിട്ട് ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ബൈ.